10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. പുതിയങ്ങാടി സ്വദേശി ജിഷ്ണു, മലപ്പുറം സ്വദേശി ഫഹദ് എന്നിവരാണ് പിടിയിലായത്. ഇരുവരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. ഒന്നാം പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, ഈ മുഹമ്മദ് ഷുഹൈബിന് വേണ്ടി വലവിരിച്ചെങ്കിലും മുഹമ്മദ് ഷുഹൈബ് കുടുങ്ങിയിട്ടില്ല. 2 അധ്യാപകരെ കസ്റ്റഡിയിലെടുത്തു എന്ന് കേൾക്കുന്നു. എന്തെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ? സിനോജ്. അരുൺകുമാർ, ഈ കേസിലെ 2ഉം 3ഉം പ്രതികളാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള 2 അധ്യാപകരും. ഇവർക്ക് കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 3 നോട്ടീസുകളാണ് ക്രൈംബ്രാഞ്ച് നൽകിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകി. പക്ഷേ അവർ ഹാജരായില്ല. അവരുടെ വീടുകളിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം നടത്തിയെങ്കിൽ അവർ ഒളിവിലായിരുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ കൊടുവള്ളിയിലുള്ള വാവാടുള്ള ഒരു ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഈ 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇംഗ്ലീഷ്, കണക്ക് അധ്യാപകരാണ് ഇരുവരും. ഇവരാണ് യൂട്യൂബ് ചാനൽ വഴി ഈ ചോദ്യങ്ങൾ ക്രമനമ്പർ പോലും തെറ്റാതെ യൂട്യൂബ് ചാനൽ വഴി പുറത്തേക്ക് അവതരിപ്പിച്ച് വിട്ടത് ഈ അധ്യാപകരാണ്. അതുകൊണ്ടാണ് ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത്. ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയത്. പക്ഷേ അതിനോട് പോലും അവർ സഹകരിച്ചില്ല. കാരണം ഈ കേസിൽ 1ാം പ്രതി എന്ന് പറയുന്നത് MS സൊല്യൂഷൻ CEO ഷുഹൈബാണ്. ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതുകൊണ്ട് അതിൽ കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ 2ഉം 3ഉം പ്രതികൾ മാറി നിന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ ജില്ലാ കോടതി ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യം തള്ളി. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 1.5 മാസമായി ഷുഹൈബും ഒളിവിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഈ 2 അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് ഇതിലൊരു ഗൂഢാലോചന നടന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തുവെന്ന് വാദം ഉന്നയിച്ചിരുന്നു. അന്ന് കോടതിയൊക്കെ തന്നെ ചോദിച്ചതാണ് എന്തുകൊണ്ടെന്നാൽ കൂടുതൽ പ്രതികൾ വരുന്നില്ല, മറ്റാരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ട് എന്തുകൊണ്ട് അവരെ പ്രതി ചേർക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. ഇതുവരെ ഈ നിമിഷം വരെ സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ അവരിലേക്ക് അന്വേഷണം നീങ്ങാനോ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. കാരണം ഈ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ 2 അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഒരു പക്ഷേ പ്രതി ചേർത്തുകൊണ്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. താങ്ക് യു സിനോജ്. സിനോജാണ് വിവരങ്ങൾ നൽകിയത്.